ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനിക്ക് 98 വയസ്സായി. ശശി തരൂർ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നീണ്ട വർഷങ്ങൾ നീണ്ട ആ പ്രവർത്തന പാരമ്പര്യത്തെ ഒരു സംഭവത്തിലേക്ക് ചുരുക്കരുത്. കൂടാതെ ഇപ്പം വളരെയധികം എളിമയും മാന്യതയുമുള്ള വ്യക്തിയാണ്. ഇന്ദിരാഗാന്ധിയും നെഹ്റുവിനെയൊക്കെ തന്നെ ചെറിയ സംഭവങ്ങളുടെ പേരിൽ നമ്മൾ ഒറ്റപ്പെടുത്താറില്ല. ഇതൊക്കെ പറയുന്നതിനെ കോൺഗ്രസ് അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. ശശി തരൂർ ശരിക്കും ഇതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് അതിനോട് പ്രതികരിച്ചേ ഇല്ല. ശ്രദ്ധിച്ചോ? കോൺഗ്രസ് നോക്കിയപ്പോൾ ശശി തരൂരിനോട് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് വഷളാവും. തത്വത്തിൽ ശശി തരൂർ പറയുന്നത് ശരിയാണ്. ഒരു മനുഷ്യനെ ഒരു സംഭവത്തിൻ്റെ പേരിലൊന്നും അല്ല വിലയിരുത്തേണ്ടത്, സമഗ്രമായിട്ട് വിലയിരുത്തണം. അത് ആർക്കും അറിഞ്ഞുകൂടാത്തത്. അതൊരു ജനറൽ തത്വമാണ്, ലോകം മുഴുവൻ അംഗീകരിക്കുന്നൊരു തത്വമാണ്. ഒരു സംഭവത്തിൻ്റെ പേരിലോ ഒരു പ്രവൃത്തിയുടെ പേരിലോ ഒരു വാക്കിൻ്റെ പേരിലോ അല്ല ഒരാളിനെ വിലയിരുത്തേണ്ടത്. അയാൾ സമഗ്രമായിട്ട് അയാളുടെ ജീവിതം അത് വിലയിരുത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കിഷ്ടപ്പെടാത്തത് അദ്ദേഹം ചെയ്തതായിട്ട് തോന്നും. ബട്ട് ഓവറോൾ വലിയൊരു മനുഷ്യനാണെന്ന് മനസ്സിലാവും. ഇതൊരു ലോകതത്വമാണ്. ഇതാണ് ശശി തരൂർ പറഞ്ഞത്. ബട്ട് ഈ പറഞ്ഞത് എൽ.കെ. അദ്വാനിയുടെ ജന്മദിനത്തിൽ ആയതുകൊണ്ട്, അദ്വാനിയെപ്പറ്റി ആയതുകൊണ്ട് കോൺഗ്രസ് ഷഡ്ഗവ്യത്തിലായി. ഇപ്പോൾ ശശി തരൂർ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വാനിയെ പുകഴ്ത്തിയ പോലെയാകും. ഇനി ശശി തരൂരിനെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഇഷ്യൂ ചർച്ച ചെയ്യപ്പെടും. അതിലൂടെ വീണ്ടും അദ്വാനി വലിയ ആളാകും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് കോൺഗ്രസ് ഒന്നും മിണ്ടണ്ട എന്ന് തീരുമാനിച്ചു. ബി.ജെ.പിയും ഇതുപോലെ ഒരു ഷഡ്ഗവ്യത്തിലാണ്. എന്ത് ചെയ്യണം ഈ ശശി തരൂരിനെ? ശശി തരൂർ എനിക്ക് തോന്നുന്നു ബി.ജെ.പിയുടെ നോട്ടത്തിൽ ഇങ്ങനെ പഴുത്ത് വീഴാറായി നിൽക്കുന്ന ഒരു പഴമാണ് ശശി തരൂർ. ഒന്ന് തോണ്ടിയാൽ വീഴും എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ എങ്ങനെ ശശി തരൂരിനെ അക്കോമഡേറ്റ് ചെയ്യും എന്ന് അറിഞ്ഞുകൂടാതെ അവരും വിഷമിക്കുന്നു. ശശി തരൂരിനെ തീരെ ഏതെങ്കിലും ഒരു ജില്ലാ പ്രസിഡൻ്റ് ആക്കി വയ്ക്കാൻ പറ്റില്ല. വലിയൊരു സ്ഥാനം കൊടുക്കേണ്ടി വരും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് ഉള്ളിൽ വല്ലാത്ത അമർഷവും അസ്വാരസ്യവും ഉണ്ടാകും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ശശി തരൂർ. വാസ്തവത്തിൽ ശശി തരൂരിനെ കോൺഗ്രസ് മാന്യമായിട്ട് കേരളത്തിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് ഒരു നേതാവ് കൂടെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത്. നേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അടിയാണ്. അത് മോശമൊന്നുമല്ല, അതൊക്കെ പണ്ട് മുതലേ കോൺഗ്രസ്സിലുള്ളതാണ്. എല്ലാ പാർട്ടികളിലുമൊക്കെ ഉണ്ട്. കോൺഗ്രസ്സിൽ അല്പം കൂടുതലാണെന്നേ ഉള്ളൂ. ബട്ട് അവർക്ക് ശശി തരൂരിനെ ഉൾക്കൊള്ളാനോ റീഹാബിലിറ്റ് ചെയ്യാനോ സാധിച്ചില്ല. അതാണ് ശശി തരൂർ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കാൻ കാരണം. മാധ്യമങ്ങളിൽ ശശി തരൂർ വലിയൊരു ഫിഗറാണ്. അതുകൊണ്ട് അദ്ദേഹം എന്തെഴുതി കഴിഞ്ഞാലും മാധ്യമങ്ങൾ അതൊരു വാർത്തയാക്കും. പക്ഷേ ഇത്തവണത്തെ അദ്വാനി പ്രശ്നം മാധ്യമങ്ങളും ചർച്ചയാക്കിയില്ല. കാരണം ആക്കിയാൽ എല്ലാവർക്കും അറിയാം അതിൽ വലുതാവുന്നത് എൽ.കെ. അദ്വാനി ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ചർച്ച ചെയ്യപ്പെടും. അത് കേരളത്തിലെ മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ എരച്ചു കുത്തി വരുന്ന വെള്ളത്തിനെതിരെ പിടിച്ച് കൈകൊണ്ട് അതിനെ തടുത്തു കളയാം എന്ന് വിചാരിക്കുന്ന മൂഢന്മാരെ പോലെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പെരുമാറുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ബി.ജെ.പി. വിരുദ്ധത മാധ്യമങ്ങളിലാണ്, പാർട്ടികളിലല്ല. CPM-ന് ബി.ജെ.പിയോട് എതിർപ്പൊക്കെ ഉണ്ട്, പക്ഷേ മാധ്യമങ്ങൾക്കുള്ള അത്രയും എതിർപ്പില്ല. കോൺഗ്രസ്സിനും അതുപോലെ തന്നെ. മാധ്യമങ്ങൾക്കാണ് ബി.ജെ.പിയോടും പൊതുവെ ഹിന്ദു രീതികളോടും ഹിന്ദു എന്ന് പറയുന്നവരോടും ഒക്കെ ഒരു വെറുപ്പും വൈരാഗ്യവും ഒക്കെ ഉള്ളത് മാധ്യമത്തിലെ കുറേ അധികം ആങ്കർമാർക്കും റിപ്പോർട്ടർമാർക്കും ഒക്കെയാണ്. ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശബരിമല ലൈവ് കാണിക്കും, ഗുരുവായൂർ ഏകാദശി ലൈവ് കാണിക്കും, ചോറ്റാനിക്കര മകം ലൈവ് കാണിക്കും. അവരുടെ ധാരണ ഇത് കാണിക്കുന്നതിലൂടെ ഞങ്ങൾ ഒരു റിലീജിയസ് ബാലൻസ് കൊണ്ടുവരുന്നു എന്നാണ്. അങ്ങനെയല്ല. ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഹിന്ദുക്കളെ അവഗണിക്കുകയും അവരുടെ ഒരു ഉത്സവം, ഒരു കാർണിവലാണല്ലോ. ഈ കാർണിവൽ പാർട്ട് ലൈവായിട്ട് കാണിക്കുന്നതിലൂടെ അവരെ തൃപ്തിപ്പെടുത്താം എന്ന് വിചാരിക്കുന്നതും പഴയൊരു ടെക്നിക്കാണ്. അത് മെല്ലെ പരാജയപ്പെട്ടാണ് വരുന്നത്. ഇത് മാധ്യമങ്ങൾ മനസ്സിലാക്കുന്നില്ല.
ഇപ്പോൾ ശശി തരൂർ ഇപ്പോൾ പ്രശ്നത്തിലായിരിക്കുന്നത് അദ്ദേഹം കോൺട്രവേഴ്സി സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും മാധ്യമങ്ങൾ അത് എടുക്കുന്നില്ല. മാധ്യമങ്ങൾ എടുത്ത് കൊണ്ടുപോയിട്ട് കോൺഗ്രസ്സുകാരോട് ചോദിച്ച് അങ്ങനെയാണല്ലോ വിവാദം വലുതാക്കുന്നത്. അത് ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറല്ല. കാരണം അതിൻ്റെ ബെനിഫിഷ്യറി BJP ആകുമോ എന്നവർ ഭയക്കുന്നു. അപ്പോൾ അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ വെള്ളത്തിൽ താണ് മുങ്ങുന്നു, അയാൾ ഹിന്ദുവാണ്, RSS ആണ്, BJP ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ കൈകൊടുത്ത് രക്ഷിക്കാൻ പോലും മാധ്യമങ്ങൾ തയ്യാറാവില്ല. അത്രയ്ക്കാണ് അവർ. എനിക്ക് മനസ്സിലാവില്ല എന്താ ഇവർക്ക് സംഭവിച്ചത്. CPM-ലുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോയാൽ അവരാരാണെങ്കിലും വരച്ച് കരയ്ക്കും. ട്രഡീഷണൽ CPM-കാർ. അതിന് തൊട്ട് താഴെയുള്ള DYFI മാധ്യമങ്ങളുടെ സ്വഭാവത്തിലാണ്. മാധ്യമങ്ങളിൽ കൂടുതലും DYFI അല്ല, AISF-കാരാണ് മാധ്യമങ്ങളിൽ കൂടുതൽ. പലർക്കും ഒരു ധാരണയുണ്ട് ഇവൻ DYFI-കാരനാണ്. അല്ല, ആൾ AISF-കാരാണ്. വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് മാധ്യമങ്ങളിൽ കൂടുതൽ. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന PM ശ്രീ വിവാദം നോക്കിയാൽ മതി. മാധ്യമങ്ങൾ ഒന്നടങ്കം CPI-യുടെ കൂടെയായിരുന്നു. CPM-ൻ്റെ ഭാഗം പറയാൻ ഒരാളും ഉണ്ടായില്ല മാധ്യമങ്ങളിൽ. ഉള്ള ആൾക്കാരെ മാധ്യമങ്ങൾ വിളിച്ചില്ല. ചർച്ചകൾക്ക് പോലും ഈ അടുക്ക് പറയുന്ന ആളുകളെ വിളിച്ചു. ഈ അവസ്ഥയിലാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് ശശി തരൂർ ഒരു പ്രശ്നം കൊണ്ടുവരുന്നത്. ആ പ്രശ്നത്തിൻ്റെ ബെനിഫിഷ്യറി BJP ആയിട്ട്, BJP-യിലെ ഒരു കാലത്ത് ഏറ്റവും കരുത്തനായ നേതാവായിരുന്ന LK അദ്വാനിക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു വിവാദം കൊണ്ടുവരുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ ഒരു കാലത്ത് ഏറ്റവും കരുത്തനായിരുന്ന അദ്വാനിയെ മാറ്റിയിട്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി വരുന്നത്. അപ്പം BJP-ക്കാർ പോലും LK അദ്വാനിയെ മാറ്റി നിർത്തിയെന്നും ഇപ്പോൾ ശശി തരൂരാണ് പിന്തുണച്ച് വരുന്നതെന്നുള്ള ഒരു വ്യാഖ്യാനം കൂടെ അതിനകത്തില്ലേ? ഇല്ല, അതില്ല. എന്താണെന്ന് വെച്ചാൽ അദ്വാനി ഇപ്പോൾ ഈ ഗുസ്തികളിലൊന്നും പെടാതെ 98 വയസ്സായത് വെറ്ററനായിട്ട് മാറിക്കഴിഞ്ഞു. മറ്റേത് അദ്ദേഹം ആക്റ്റീവായിട്ടുള്ള കാലം. അന്ന് സംഭവിച്ചെന്താ, 2004 നിർഭാഗ്യവശാൽ BJP-ക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നെങ്കിൽ അദ്വാനി പ്രൈം മിനിസ്റ്റർ ആകുമായിരുന്നു. 2009 അത് സാധിച്ചില്ല. സാധിച്ചിരുന്നെങ്കിൽ അദ്വാനി പ്രൈം മിനിസ്റ്റർ ആകുമായിരുന്നു. 2014 എത്തിക്കഴിഞ്ഞപ്പോൾ അദ്വാനിയുടെ ആ പീക്ക് ടൈം കഴിഞ്ഞു. 2002 മുതൽ മോദി യുഗം ആരംഭിച്ചു. ഗുജറാത്തിൽ തിളച്ചു മറിയുന്ന അന്തരീക്ഷം. മോദിയെ തെറിപറഞ്ഞ് ജനങ്ങളുടെ ഇടയ്ക്ക് ഇവരെല്ലാം കൂടെ എത്തിച്ചു, ഇടതുപക്ഷവും കോൺഗ്രസും കൂടെ. അല്ലെങ്കിൽ ഒറീസയിലോ തെലങ്കാനയിലോ ഉള്ളവർക്ക് മോദി ആരാന്നറിയില്ല. ഗുജറാത്തിലെ പ്രൈം മിനിസ്റ്റർ ഒരുപക്ഷെ PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന പിള്ളേർക്ക് വല്ലതും അറിയാം ആ പേര്. അത് ജനകീയമാക്കി തീർത്തത് ഇവരുടെ ഈ കൗണ്ടർ ക്യാമ്പയിനാണ്. അങ്ങനെ നല്ലതിനോ ചീത്തയ്ക്കോ ആയിക്കോട്ടെ, മോദി എന്നുള്ള പേര് എല്ലാ സ്ഥലത്തും പരന്നു. പൊതുവേ ജനവികാരം മോദിക്ക് അനുകൂലമായി. അദ്വാനിക്കാണെങ്കിൽ 2014 കൂടെ ഒരു അംഗം പയറ്റണം എന്നുള്ള ആഗ്രഹവും. അതായിരുന്നു അന്നത്തെ BJP-ക്കുള്ളിലെ ധർമ്മസംഘടന. അത് മൂത്ത് അദ്വാനി BJP-യുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചു. മോദിയെ ഏകദേശം എടുക്കുന്നതായി ഗോവ നാഷണൽ എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ അതിൽ അദ്വാനി പോയില്ല. അദ്വാനി പ്രാഥമിക അംഗത്വം രാജിവെച്ചു BJP-യുടെ. എന്നിട്ട് പത്രക്കാർക്ക് കൊടുത്തു അന്ന്. ബട്ട് പിന്നെ എല്ലാവരും കൂടെ സമാധാനിപ്പിച്ചു, അയ്യോ ചേട്ടാ എന്താ ഈ കാണിക്കുന്നത്, BJP-ന്ന് രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം നിശബ്ദനായി. ബട്ട് ഉള്ളുകൊണ്ട് ഈ മൊത്തം പ്രക്രിയ ഇഷ്ടപ്പെട്ടില്ല. ബട്ട് മറ്റെല്ലാവരും മോദിയെ പിന്തുണച്ചു. അങ്ങനെ മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി, പിന്നെ ജയിച്ചു. ബാക്കി ചരിത്രമായി. അതോടെ അദ്വാനി പുറകിലേക്ക് പോയി, പിന്നെ വീണ്ടും പുറകിലായി, പിന്നെ വയസ്സാകും തോറും പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇനി 98 വയസ്സായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതാണ് അതിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി. അപ്പോൾ രാഷ്ട്രീയത്തിലൊരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടോ അങ്ങനെ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പണ്ട് നടന്നതിനൊരു പ്രതികാരം ചെയ്യുകയോ ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. ശശി തരൂർ എടുത്തിട്ടിട്ട് തൻ്റെ ആവശ്യത്തിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. താനൊരു വലിയ എല്ലാവരെയും കൂടെ കൊണ്ടു നടക്കുന്ന, എല്ലാവരോടും ബഹുമാനമുള്ള രാഷ്ട്രീയക്കാരനാണെന്ന് വരുത്തിയേക്ക് തീർക്കുക. ശശി തരൂരും ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പിടിയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. കോൺഗ്രസ് ശശി തരൂരിനെ ഉപേക്ഷിച്ചു എന്ന് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ്സിൽ നിന്ന് ശശി തരൂരിനെ പുറത്താക്കിയിട്ടില്ല. അങ്ങനെ നിൽക്കുകയാണ് ശശി തരൂർ. ഒരു കീറാമുട്ടി എന്ന പോലെ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആർക്കും അറിയില്ല.
ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ശശി തരൂരിന് നിശ്ചയമില്ല. ഒരു രക്തസാക്ഷി പരിവേഷം നൽകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കോൺഗ്രസ് ഒഴിച്ചു നിർത്തുന്നതാണെങ്കിലോ? അപ്പോൾ അങ്ങനെ ഇപ്പോൾ കോൺഗ്രസ് വിചാരിച്ചാൽ അങ്ങനെ രക്തസാക്ഷിയൊന്നും ആവില്ല ആ മനുഷ്യൻ. അതിനുള്ള ശക്തിയൊന്നും കോൺഗ്രസ്സിനുമില്ല. ഇൻ്റലക്ച്വലി ശശി തരൂരിനോട് പിടിച്ചു നിൽക്കുന്ന മനുഷ്യരാരും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലില്ല. കോൺഗ്രസ്സിലില്ല എന്ന് ഞാൻ പറയില്ല, കാരണം നമുക്കറിയാത്ത എത്രയോ പേരുണ്ടാകും. ബട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോൾ ഉള്ളവർക്ക് ആർക്കും ശശി തരൂരിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഇല്ല. അതുകൊണ്ട് അവർ കൈകാര്യം ചെയ്യാതെ മാറിക്കളയുന്നു. ഇതാണ് സംഭവം. ഈ രാമജന്മഭൂമി വിഷയത്തിൽ നേതൃത്വം നൽകിയത് LK അദ്വാനിയാണെന്നും ശശി തരൂർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോദി വന്നതോടുകൂടി ഈ പ്രഭാവം നഷ്ടപ്പെട്ട നേതാവാണ് അദ്വാനി എന്നുള്ള ഒരു ചർച്ചയിലേക്ക് വരുത്താൻ ശശി തരൂർ ശ്രമിക്കുന്നുണ്ടോ? അതൊന്നുമില്ല. അതുകൊണ്ട് എന്താ പ്രയോജനം? അങ്ങനെ വരുത്തിയെന്ന് തന്നെ വെച്ചു. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ, ഒക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അപ്പോൾ മോദി പ്രഭാവത്തിലേക്ക് വന്നതോടെ പ്രഭാവം നഷ്ടപ്പെട്ട ധാരാളം നേതാക്കന്മാരുണ്ട്. അദ്വാനി മാത്രമല്ല, മുരളി മനോഹർ ജോഷി അങ്ങനെയാണ്, ഉമാഭാരതി അങ്ങനെ ഒരുപാട് പേർക്ക് അവരുടെ ആ ഓറ നഷ്ടപ്പെട്ടു. അത് സ്വാഭാവികമാണ്. നമ്മളെക്കാൾ മിടുക്കനായ ഒരാൾ ഷൈൻ ചെയ്യുമ്പോൾ, നമ്മളിവിടെ സ്റ്റേറ്റ് ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ മറ്റൊരാൾ ഒളിമ്പിക്സിൽ പോയി ചാമ്പ്യൻഷിപ്പ് നേടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനശ്രദ്ധ അങ്ങോട്ട് പോകും, നമ്മളുടെ പ്രഭാവം വാങ്ങും. അയാൾക്ക് നമ്മളോട് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല, അയാളുടെ കഴിവ് തെളിയിച്ചു എന്നേ. അപ്പോൾ അദ്വാനി മാത്രമല്ല, ഒരുപാട് പേർക്ക് അവരാ റേസിൽ നിന്ന് പുറത്തു പോയി. ഇതൊക്കെ രാഷ്ട്രീയത്തിലെ അനിവാര്യതകളാണ്. ഒന്ന് പ്രായം കൂടെ നിൽക്കണം. പ്രായം ആരുടെയും കൂടെ നിൽക്കുന്നു, പ്രായം അങ്ങ് കടന്നു പോകുകയല്ലേ, ആരുടെയും നിയന്ത്രണത്തിലല്ല. അപ്പോൾ അങ്ങനെയൊക്കെ യാദർച്ഛ്യതകളുടെ വലിയൊരു കൂമ്പാരമാണ് രാഷ്ട്രീയം. എന്നാലും ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന കോൺഗ്രസിൽ ചർച്ചയാകുമായിരിക്കും ഇനി, അല്ലേ? ഇല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.